അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് നജ്മിൽ ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് വഅന്നഹു ഹുവ റബ്ബുശ് ശിഅറ വഅന്നഹു അഹ്ലക ആദനിൽ ഊലാ വസമൂദ ഫമാ അബ്ഖാ وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى وبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون അൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു. ഈ അവസാന ഭാഗങ്ങളാണ്. അവനാണ് ശിഅറ നക്ഷത്രത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ഉടമ. വഅന്നഹു ഹുവ റബ്ബുശ് ശിഅറ വഅന്നഹു അഹ്ലക ആദനിൽ ഊലാ വസമൂദ ഫമാ അബ്ഖ. അവനാണ് ആദ്യ വിഭാഗമായ ആദിനെ നശിപ്പിച്ചത്, സമൂദിനെയും നശിപ്പിച്ചത് അവൻ തന്നെയാണ്. അവരിൽ ഒന്നും തന്നെ അവൻ അവശേഷിപ്പിച്ചില്ല. അതിനു മുമ്പ്, ആദ്യ സമൂഹത്തിന് മുമ്പ് നോഹിൻ്റെ ജനതയെ നശിപ്പിച്ചവനും അവൻ തന്നെ. ഇന്നഹും കാനൂഹും അല്ലമ അത്ഗാ. അവർ അതിക്രമം പ്രവർത്തിക്കുകയും എല്ലാവിധ സീമകളും ലംഘിക്കുകയും ചെയ്തു. വൽമുത്തഫിക്കത്ത് അഹ്വ. അതുപോലെ തന്നെ താന്തോന്നിത്തം കാണിച്ചിട്ടുള്ള മുത്തഫിക്കത്ത്, ധിക്കാരം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ലോകത്തുള്ള പല വിഭാഗങ്ങളെയും അവൻ നശിപ്പിച്ചു. വഗശ്ശാഹാമാ ഗശ്ശ. അവയെ ബാധിച്ചതൊക്കെ ബാധിച്ചു. എന്താണ് ബാധിച്ചതെന്നുള്ള ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ ബോധ്യമാവുമെന്ന അർത്ഥത്തിലാണ് പറയുന്നത്. വബിഅയ്യി ആലാഇ റബ്ബിക തതമാറ. നിൻ്റെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളിൽ, ആലാ എന്നതിന് ദൃഷ്ടാന്തം എന്നോ അനുഗ്രഹം എന്നൊക്കെ പറയാം, നിങ്ങൾ തർക്കിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഹാദാ നദീറും മിനൻ നുദിരിൽ ഊല. ഇത് പൂർവകാലത്തുള്ള നുദുർ, താക്കീതുകളിൽ ഒരു താക്കീതാണ്. അതായത് പൂർവ്വജനതയ്ക്ക് അള്ളാഹു നൽകിയ താക്കീദിന് സമാനമായിട്ടുള്ളൊരു താക്കീതാണ് ഇപ്പോൾ നിങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അസിഫത്തിൽ ആസിഫ. അടുത്ത് വരാനിരിക്കുന്ന സംഗതി ഇതാ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലൈസലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അതിനെ തട്ടിമാറ്റുന്ന, അള്ളാഹുവിന് പുറമെ അതിനെ തട്ടിമാറ്റാൻ പറ്റിയ ഒരു ശക്തിയുമില്ല. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂന വതദ്ഹഖൂന വലാ തബ്കൂൻ. ഈ വൃത്താന്തത്തെ സംബന്ധിച്ചാണോ നിങ്ങൾ അത്ഭുതം കൂറുകയും ചിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുന്നത്? അൻതും സാമിദൂൻ. നിങ്ങൾ തീർത്തും അശ്രദ്ധരാണല്ലോ. അതിനാൽ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു. നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുകയും അവൻ്റെ ഇബാദത്ത്, അവന് വിധേയപ്പെട്ട് ജീവിക്കുകയുമാണ്. ഇതാണ് ഈ ആയത്തുകളുടെ ചുരുക്ക അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്ന സംഗതി, ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹു പായാരം പറയാണ്. ആവർത്തിച്ചത് തന്നെ ആവർത്തിക്കുകയാണ്, ഭീഷണി മുഴക്കുകയാണ് എന്നൊക്കെയാണ്. കഴിഞ്ഞ സൂറത്തുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ആവർത്തിക്കുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആവർത്തിക്കുന്നത്? എന്നിട്ട് മൂപ്പരൻ അതിനെ സമാധാനവും പറയുന്നുണ്ട്. ഒരു സംഗതി ആവർത്തിച്ചു കൊണ്ടിരിക്കാനുള്ളത് മനഃശാസ്ത്രപരമായിട്ടുള്ള, ജനങ്ങളെ കൊണ്ടത് അംഗീകരിപ്പിക്കാൻ മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു വിദ്യയുടെ ഒരു രീതിയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സംഗതി. എന്തുകൊണ്ടാണെന്ന് ജബ്ബാറിന് മനസ്സിലായിട്ടില്ലെങ്കിൽ, ജബ്ബാർ ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം തൊട്ട് നബി മരിക്കുന്നത് വരെയുള്ള ചരിത്രം, ഖുർആനിൻ്റെ അവതരണ ചരിത്രമൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. അത് പഠിച്ചിട്ടില്ല, വേണ്ട പോലെ പഠിച്ചിട്ടില്ല എന്നാണ് ജബ്ബാറിന് വന്നിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം. ഖുർആൻ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ അതിൻ്റെ നാനാവശങ്ങളും എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമല്ല.
ഖുർആൻ എന്ന് പറയുന്നത് ഒരു സാൻമാർഗിക ഗ്രന്ഥമാണ്. അതായത് മനുഷ്യന് അവൻ്റെ ധാർമ്മികത പഠിപ്പിക്കാൻ ഉപയുക്തമായ ഒരു ഗ്രന്ഥം. അതും ഒരു തവണ പറഞ്ഞിട്ട് മതിയാക്കല്ല ഖുർആൻ ഒരു കാര്യവും ചെയ്തിട്ടുള്ളത്. കാരണം പ്രബോധന പ്രവർത്തനം നീണ്ടുപോകുമ്പോൾ പറഞ്ഞ കാര്യം തന്നെ സമൂഹത്തോട് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. അത് ഈ രംഗമായിട്ട് ബന്ധമുള്ള പ്രബോധനം എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാമിക പ്രബോധനം മാത്രമല്ല, ഏതൊരു ആദർശത്തെ പ്രതിദാനം ചെയ്യുന്ന ആളുകളും അവരുടെ ആദർശത്തെ ജനങ്ങളിൽ സന്നിവേശിപ്പിക്കുകയും അതവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അത് യുക്തിവാദിയാലും അങ്ങനെ തന്നെയാണ്, പറഞ്ഞു തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് യുക്തിവാദി ജബ്ബാറിനെ പോലെ ആളുകൾ മതിയാക്കുന്നില്ലല്ലോ. മൂപ്പരിപ്പം എന്തായിരുന്നാലും 65 കൊല്ലമായി എന്നാണ് പറയുന്നത് ഈ പണി തുടങ്ങിയിട്ട്. എന്തേ ജബ്ബാർ ഇതുവരെ നിർത്തിവെക്കാഞ്ഞത്? പറഞ്ഞ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം എന്തുകൊണ്ടാണ്? അപ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അള്ളാഹുവിന് അല്ലെങ്കിൽ ഇസ്ലാമിന് ഖുർആനിന് അതൊന്നും പാടില്ല എന്നാണോ? ഇത് എവിടുത്തെ നീതിയാണ്? അപ്പം മനുഷ്യനോട് അവനെ ഉപദേശിക്കുമ്പോൾ ഒരു കാര്യം ഉപദേശിച്ചാൽ ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് മാത്രം മനുഷ്യനത് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അപ്പോൾ അതിൻ്റെ വരും വരായികൾ അവനെ ബോധ്യപ്പെടുത്തണം. അതേപോലെ തന്നെ അവൻ്റെ ചുറ്റുപാടുകളിൽ നടന്ന സംഭവങ്ങൾ എടുത്ത് ഉദാഹരിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് ഇതുപോലുള്ള സൂറത്തുകളിൽ അള്ളാഹു ഇതൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്നതുകൊണ്ട് മനുഷ്യനെ എങ്ങനെയാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുക, അവനെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരിക, ഇതവനെ കൊണ്ട് എങ്ങനെയാണ് അംഗീകരിപ്പിക്കാൻ കഴിയാന്നുള്ളത് അള്ളാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. വിദ്യാർത്ഥികൾ അവർ ക്ലാസ് മുറികളിൽ വച്ച് പഠിക്കുന്ന സംഗതികൾ അത് ഒരു തവണ മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതിയാവും, ചില ആളുകൾക്ക് 2 or 3 പ്രാവശ്യം കേട്ടാൽ മതിയാവും, ചില ആളുകൾക്ക് ഒരുപാട് സമയം ആവർത്തിച്ച് കേൾക്കേണ്ടി വരും. അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. മനുഷ്യർ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരാണ്, വ്യത്യസ്ത പ്രകൃതിയുള്ളവരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ഈ മനുഷ്യരോടൊക്കെ ഇത് പറയുമ്പോൾ ഓരോ മനുഷ്യനെയും പരിഗണിച്ചുകൊണ്ട് അവരെ എങ്ങനെ ഇത് ബോധ്യപ്പെടുത്താം എന്നുള്ളത് അള്ളാഹുവിനാണ് നന്നായി അറിയാം. അതുകൊണ്ട് അള്ളാഹു ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് ചില വിഭാഗങ്ങൾക്ക് വന്നിട്ടുള്ള പരിണതികൾ, നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ, അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗസയിൽ ഒരു കൊല്ലത്തിലേറെയായി ഇസ്രായേലും അമേരിക്കയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കാലിഫോർണിയ പോലുള്ള പ്രദേശങ്ങളിൽ ആളിപ്പടരുന്ന തീ ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ മനുഷ്യന് അവൻ്റെ ചുറ്റും ചിലപ്പോൾ അവൻ സ്വയം അനുഭവിക്കുമ്പോൾ അവന് പാഠം പഠിക്കാൻ കഴിയും, ചിലപ്പോൾ അവനോട് നേരത്തെ സംഭവിച്ച സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവൻ്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ പാഠങ്ങൾ പഠിക്കും മനുഷ്യൻ. എന്നാൽ ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കാത്ത മനുഷ്യന്മാരുണ്ടാവാം. ആ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പാഠം പഠിക്കണില്ലെങ്കിൽ പിന്നെ അവർക്കൊരു രക്ഷയില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളൊക്കെ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വരാനുള്ളത് വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ വരാനിരിക്കുന്നത് എന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം. എന്നിട്ട് മൂപ്പര് തന്നെ പറയുന്നത് എന്താണ്? ഭൂകമ്പം വരാൻ പോകുന്നു, കൊടുങ്കാറ്റ് വരാൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ അറിയിക്കേണ്ടതുണ്ട്. മനുഷ്യന് ഗുരുതരമായിട്ടുള്ള അവൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ഉപയുക്തമായിട്ടുള്ള മാർഗങ്ങൾ അവന് നിർദ്ദേശിച്ചു കൊടുക്കാനുള്ളത് അവനെ സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ ദൈവം തമ്പുരാൻ അവൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഇത് അവനെ അറിയിച്ചു കൊടുക്കാതെയാണ് അവനെ ശിക്ഷിക്കുന്നതെങ്കിൽ അതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനീതിയും അക്രമവുമായിട്ട് മാറുക. അള്ളാഹു ആകട്ടെ ഒമാ അനബിദല്ലാമില്ലിൽ അബീദ്, ഒമാ റബ്ബുക്കബിദല്ലാമില്ലിൽ അബീദ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന സംഗതിയാണ്. നിൻ്റെ നാഥൻ അടിയാറുകളോട് അനീതി ചെയ്യുന്നവനല്ല.
ഞാൻ അള്ളാഹു സ്വന്തം പറയാണ്, ഞാൻ എൻ്റെ അടിയാറുകളോട് അനീതി ചെയ്യുന്നവനല്ല. അപ്പോൾ തീർത്തും നീതിമാനായിട്ടുള്ള അള്ളാഹു മനുഷ്യന് വരാനിരിക്കുന്ന ഭവിഷ്യത്ത് അവനെ ബോധ്യപ്പെടുത്തുകയും, മനുഷ്യ നിനക്കിതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗ്ഗമുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതെന്താണ്? നീ എന്നെ അംഗീകരിക്കുക, ഞാൻ നിയോഗിച്ച പ്രവാചകനെ അംഗീകരിക്കുക, ഞാൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം അംഗീകരിക്കുക. അതിനനുസരിച്ച് നീ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. അതല്ല മറിച്ചാണെങ്കിലോ നിൻ്റെ ജീവിതം അമ്പേ പരാജയമായിരിക്കും. ആ പരാജയത്തിൻ്റെ ഉദാഹരണമാണ് നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന ആദ്, സമൂദ്, പിന്നെ നൂഹിൻ്റെ ജനത, ഫിറഔനും ആളുകളും തുടങ്ങി വിശുദ്ധ ഖുർആൻ പലയിടത്തായി പറഞ്ഞിട്ടുള്ള ഈ വിഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ വിഭാഗങ്ങളുടെ ഈ ചരിത്രം മനുഷ്യനോട്, ഖുർആൻ്റെ സംബോധിതരോട് എടുത്തു പറയുന്നതിനും ഉദ്ദേശമുണ്ട്. ഈ എടുത്തു പറയുന്ന കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങളും മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ വളരെ ചുരുക്കി പറയുന്നു, ചിലപ്പം വിശദമായി പറയുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലരോട് സൂചന മാത്രം മതിയാവും അവർക്ക് സംഗതി ഗ്രഹിക്കാനും ബോധ്യപ്പെടാനും. വേറെ ചിലർക്ക് കുറച്ച് സംഗതി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇനിയും വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് വിശദീകരിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇതും മനുഷ്യപ്രകൃതിയുടെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ്. അപ്പോൾ ഈ നിലപാടുകളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ഇത്തരം സംഗതികൾ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നത്, അവനോട് ഉപദേശിച്ച കാര്യം തന്നെ ആവർത്തിച്ച് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്, അവന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഭയാനകമായിട്ടുള്ള സംഗതികളെ സംബന്ധിച്ച് തന്നെ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്ന സംഗതി എന്താ? ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടണം. ഈ ദുനിയാവിലും നാളെ പരലോകത്തിലുമൊക്കെ അവൻ്റെ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇതിനെ ഒന്ന് നോക്കി ഈ പറയുന്ന സംഗതികളെ നോക്കി പരിഹസിക്കുകയും പരിഹാസച്ചിരി പഴുക്കുകയും അല്ല ചെയ്യേണ്ടത്. നീ കുറച്ച് കരയേണ്ടവനാണ്. അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് വരാൻ പോണത്. അതുകൊണ്ട് കരഞ്ഞേ തീരൂ. അതിപ്പോൾ നീ കരയില്ലെങ്കിൽ പിന്നീട് നീ ശാശ്വതമായി കരയേണ്ടി വരും. അവിടേക്കാണ് നിൻ്റെ പോക്ക്. അതുകൊണ്ട് നിൻ്റെ ഈ നിയന്ത്രണം വിട്ട ഈ പോക്ക് നിർത്തിയിട്ട് ജീവിതത്തിന് നിയന്ത്രണം വരുത്തുക. ആ നിയന്ത്രണം വരുത്തേണ്ടത് എങ്ങനെയാണ്? അത് നിൻ്റെ നാഥനായിട്ടുള്ള അള്ളാഹുവിന് വിധേയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ എന്തിനാണോ നിന്നെ സൃഷ്ടിച്ചത് ആ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ ജീവിക്കുമ്പോഴാണ് നിനക്ക് രക്ഷ കിട്ടുക. അല്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈ കഥകൾ ആവർത്തിച്ച് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ ഒരു തമാശയോ അല്ലെങ്കിൽ അർത്ഥരഹിതമായിട്ടുള്ള വാക്കുകളൊക്കെ ആവാം. അതവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതും ഒരു ജബ്ബാർ പറഞ്ഞതുപോലെ തന്നെ ആവർത്തന വിരസത അതിലുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിലല്ല ആവർത്തന വിരസത. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, വേദം ശരിയായ രീതിയിൽ പഠിക്കുന്ന ഒരാളും പറഞ്ഞിട്ടില്ല ഖുർആനിൽ ആവർത്തന വിരസതയുണ്ട്. ആവർത്തനമുണ്ട് എന്നത് ശരിയാണ്. ആവർത്തനവും ആവർത്തന വിരസതയും രണ്ട് സംഗതിയാണ്. ചില സംഗതികൾ വീണ്ടും പറഞ്ഞ് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ചില സംഗതികൾ ഒരു പ്രാവശ്യം കേൾക്കുന്നതോടുകൂടി തന്നെ ആളുകൾക്ക് മടുക്കും. ഇവിടെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ആവർത്തന വിരസതയല്ല ഉള്ളത്. അത് ആവർത്തിച്ച് കേൾക്കുക എന്നുള്ളത് മനുഷ്യ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നതാണ്, അവനെ പുളകം കൊള്ളിക്കുന്നതാണ്, അവന് വീണ്ടുവിചാരം നൽകുന്നതാണ്, അവൻ്റെ ജീവിതത്തെ മാറ്റിപ്പണിയാൻ പോകുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഖുർആനിൻ്റെ ആവർത്തനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ജബ്ബാർ പറയുന്ന ആവർത്തന വിരസത ഒരിക്കലും ഇതിലുണ്ടാവില്ല. ജബ്ബാറിന് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാനീ പറയണമൊക്കെ വിരസമായിട്ടാണ് ആളുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് ജബ്ബാർ ഇപ്പോൾ തീരുമാനിച്ചത് ഇനി വലിയ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയാം, നമ്മൾ ഈ തൽക്കാലം ഈ ആവർത്തനം ഒന്ന് ഒഴിവാക്കുകയാണ്. അത് നല്ല തന്നെയാണ്. അതുകൊണ്ട് ജബ്ബാറിനെ നമ്മൾക്ക് ആ കാര്യത്തിൽ അഭിനന്ദിക്കാം.
ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിൽ ആവർത്തന വിരസത ലോകത്ത് ജബ്ബാറിനെ പോലുള്ള കുയുക്തികൾക്കല്ലാതെ അനുഭവപ്പെട്ടിട്ടില്ല. സുബുദ്ധികൾ അത് പിന്നെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അതിൻ്റെ ആ മാധുര്യം നുകർന്നുകൊണ്ട് അത് വായിച്ചുകൊണ്ട് ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയും ഈ ആവർത്തനങ്ങളൊക്കെ ഉള്ളപ്പം തന്നെയാണ് പിന്നെയും അത് ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജബ്ബാർ ഈ ആവർത്തനത്തെപ്പറ്റി വല്ലാതെ പറയണ്ട. ജബ്ബാറിൻ്റെ ആവർത്തനം ആളുകൾക്ക് വിരസമാകുന്നുണ്ട് എന്ന് ജബ്ബാറിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ജബ്ബാർ ആവർത്തനം നിർത്തിയിട്ട് ഇനി വേറെ വല്ലതുമൊക്കെ പറയുന്നതായിരിക്കും നന്നാവുക.